കനത്ത ചൂടിൽ വെന്തുരുകയാണ് കേരളം. സംസ്ഥാനത്ത് താപനില മുന്നറിയിപ്പ് തുടരുകയാണ്. വയനാട്, ഇടുക്കി ഒഴികെയുള്ള ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. പാലക്കാട് ജില്ലയിൽ താപനില 40 ഡിഗ്രിയിലേക്ക് എത്തിയേക്കുമെന്നാണ് മുന്നറിയിപ്പ്. വൈദ്യുതി ഉപഭോഗം സർവകാല റെക്കോർഡിലെത്തിയതോടെ KSEB അവലോകന യോഗം വിളിച്ചിട്ടുമുണ്ട്. MG പ്രതീഷാണ് വിവരങ്ങൾ നൽകുക. പ്രതീഷ്, വെന്തുരുകയാണ് കേരളം. എല്ലായിടത്തും ചൂടുയർന്നിരിക്കുന്നു. 12 ജില്ലകളിൽ മുന്നറിയിപ്പുണ്ട്. പാലക്കാടാണോ ഏറ്റവും കൂടുതൽ ചൂട് രേഖപ്പെടുത്തിയിരിക്കുന്നത്? 40 ഡിഗ്രി സെൽഷ്യസിലേക്ക് എത്തിയിരിക്കുന്നു. സ്മൃതി, തീർച്ചയായും സംസ്ഥാനത്ത് വേനൽ ചൂടിന് ശമനമില്ല. ഈ മാസം 19 വരെ അതിശക്തമായ ചൂട് തുടരും എന്നുള്ള മുന്നറിയിപ്പാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. ഏറ്റവും ബുദ്ധിമുട്ടുള്ള സാഹചര്യം പാലക്കാട് ജില്ലയിൽ തന്നെയാണ്. 40 ഡിഗ്രി വരെ ഉയർന്ന താപനില രേഖപ്പെടുത്തുമെന്നതാണ് നിലവിൽ മുന്നറിയിപ്പായി പറയുന്നത്. പാലക്കാട് 39 മുതൽ 40 ഡിഗ്രി വരെ സെൽഷ്യസ് ആണ് നിലവിൽ രേഖപ്പെടുത്തുന്ന താപനില. കൊല്ലം ജില്ലയിലും 39 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തുന്നുണ്ട്. കോട്ടയം ഉൾപ്പെടെയുള്ള ജില്ലകളിലും ഉയർന്ന താപനിലയാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി രേഖപ്പെടുത്തുന്നത്. നിലവിൽ വയനാട്, ഇടുക്കി ഒഴികെയുള്ള 12 ജില്ലകളിൽ ഉയർന്ന താപനിലയ്ക്കുള്ള മുന്നറിയിപ്പായ മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിലും ഈ താപനില തുടരും എന്നുള്ള ഒരു നിർദ്ദേശം തന്നെയാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. ഉയർന്ന താപനില രേഖപ്പെടുത്തുന്നതോടുകൂടി തന്നെ സംസ്ഥാനത്ത് വൈദ്യുതിയുടെ ഉപഭോഗവും കുതിച്ചുയരുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ സർവകാല റെക്കോർഡായ 6000 മെഗാവാട്ടിലേക്ക് വൈദ്യുതി ഉപഭോഗം കടന്നിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ ഇന്ന് പ്രത്യേക ഉന്നതതല യോഗം ചേരുന്നുണ്ട്. വൈകിട്ട് 5:30 ഉന്നതതല യോഗം ചേരുന്നത്. വൈദ്യുതി മന്ത്രി അടക്കം ഉദ്യോഗസ്ഥരടക്കം ഈ യോഗത്തിൽ പങ്കെടുക്കും. പ്രധാനമായി പ്രതിസന്ധിയിൽ നിന്ന് കരകയറാം എന്നതാണ് ഈ യോഗത്തിൽ പ്രധാനമായും ചർച്ച ചെയ്യുന്നത്. നിലവിൽ ആഭ്യന്തര ഉൽപാദനം വർദ്ധിപ്പിക്കാൻ KSEB നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഡാമുകളുടെ സംഭരണശേഷി അടക്കം ഇന്ന് ചേരുന്ന യോഗത്തിൽ വിലയിരുത്തും. ഏതെങ്കിലും തരത്തിൽ പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങേണ്ട ഒരു സാഹചര്യം ഉണ്ടോ എന്നതാണ് പ്രധാനമായും ചിന്തിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഉയർന്ന വില കൊടുത്ത പുറത്തുനിന്ന് വൈദ്യുതി സംസ്ഥാനത്തേക്ക് വാങ്ങേണ്ടി വരും. അങ്ങനെ വാങ്ങിയാൽ ആ സാമ്പത്തിക ബാധ്യത ഏതെങ്കിലും തരത്തിൽ ഉപഭോക്താക്കളുടെ മേൽ വരുമോ എന്നുള്ള ചില ആശങ്കകളൊക്കെ തന്നെ ഉണ്ട്. നിലവിൽ പവർ കട്ടിന്റെ സാഹചര്യം ഉണ്ടാകില്ല എന്നുള്ള ഒരു ആശ്വാസകരമായ കാര്യം മന്ത്രി അടക്കം പറയുന്നുണ്ട്. എന്തായാലും ഇന്നത്തെ ഉന്നതതല യോഗം വളരെ നിർണായകമാണ്. സ്മൃതി. ശരി, MG പ്രതീഷാണ് ഇപ്പോൾ വിവരങ്ങൾ നൽകിയിരിക്കുന്നത്. വൈദ്യുതി ഉപഭോഗം കൂടുന്നതും ഒരു വലിയ പ്രതിസന്ധിയാണ് സർക്കാരിന് സൃഷ്ടിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം.